ഹലോ ഗെയ്സ്, അങ്ങനെ നമ്മളെ പടം റിലീസായി. കാത്തിരുന്ന് ആഗസ്റ്റ് 14 കൂലി റിലീസായി. ടിക്കറ്റ് ബുക്ക് ചെയ്തു, പടം പോയി കണ്ടു. നല്ല സൂപ്പർ പടമാണ്. എല്ലാവരും മസ്റ്റ് വാച്ച്. എല്ലാവരും കണ്ടിരിക്കണം. നല്ല അടിപൊളി പടമാണ്. ലോകേഷ് കനകരാജിൻ്റെ കൈദി, വിക്രം ലിയോയ്ക്ക് ശേഷം കൂലി, സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ വെച്ച് ഇറക്കിയ കൂലി. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലോകേഷ് ചെയ്ത കൂലി ഒരു വ്യത്യസ്ത ഒരു പടമാണ്. അതായത് ഇപ്പോൾ കൈദി, വിക്രം ലിയോ ഒക്കെ ഒരു LCUവിൽ വരുന്നതാണ്. ഇതിൽ LCUവിൽ വരുന്നതല്ല, ഇനി വ്യത്യസ്തമായ വേറെ സ്മഗ്ലിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പടം കുഴപ്പമില്ല, നല്ല പടമാണ്. നല്ല മാസ് ഡയലോഗ്, നല്ല മാസ് എൻട്രികളുണ്ട് സൂപ്പറായിട്ട്. അതുപോലെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ചെറിയ തോതിലുള്ള കോമഡി കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സോയിബിൻ്റെ സൂപ്പർ ഡാൻസ്, മോണിക്ക ഡാൻസ് കാര്യം, അനിരുദ്ധിൻ്റെ BGM. അതിപ്പോൾ കുറേ പേര് ട്രോളൊക്കെ BGM പോരാ, ഇടയ്ക്കൊരു കുക്ക് കണ്ട് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണം. പക്ഷേ നല്ല അടിപൊളി തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ സൂപ്പർ BGMമാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ കേസ്, നമ്മൾ പടം കാണാൻ പോകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. അല്ലെങ്കിൽ നമ്മൾ കുറേ റിവ്യൂ ഉണ്ട്. ഇപ്പോൾ ലോകേഷ് കനകരാജിൻ്റെ മുന്നത്തെ പടങ്ങൾ സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും, ഒന്ന് പോയി കാണണം. അങ്ങനെ പിന്നെ കുറേ റിവ്യൂ പറയാനായി കുറേ യൂട്യൂബേഴ്സ്, റിവ്യൂ പറയാൻ മാത്രമായിട്ട് പോയി കാണുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ഒരുവിധം തമിഴ് പടങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ നല്ല പടങ്ങൾ ഒരുവിധം വരുമ്പോഴൊക്കെ കാണുന്നതാണ്, മസ്റ്റായിട്ട് കാണുന്നതാണ്. എത്ര തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ച് കാണുന്നതാണ്. സൂര്യ, വിജയ്, രജനീകാന്ത്, അജിത്ത്, അങ്ങനെയുള്ള ഒരുവിധം തമിഴ് നടന്മാരെ മൂവീസ് നല്ല പടം വന്നാൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തിയേറ്ററിൽ പോയി കാണാറുള്ളതും. അല്ലാതെ ഒരു പടം കണ്ട് അതിൻ്റെ റിവ്യൂ പറഞ്ഞ് നമുക്ക് വ്യൂസ് കിട്ടി അങ്ങനെയുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അങ്ങനെ വ്യൂസിനായിട്ട് പോണത്, റിവ്യൂ ഉണ്ടാക്കാനായിട്ട് പോണത്, അങ്ങനെ പോയി കണ്ടതല്ല. എൻ്റെ ഒരു താല്പര്യത്തോടു കൂടി തന്നെ പോയ പടമാണ്. അപ്പം നമുക്ക് വേണ്ടി നമ്മൾ ഇന്ന പടത്തിന് പോകണം, നമ്മൾ ഇന്ന ഇതിന് വേണ്ടി എൻ്റർടൈൻമെൻറ്റിന് പോവുകയാണ്, ഇന്ന പടമാണ്. പിന്നെ ഈ തമിഴ് പടമാണ്, മലയാളപ്പടമല്ല, തമിഴ് പടമാണ്. തമിഴ് പടത്തിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുക, കുറേ ഫൈറ്റുകളുണ്ടാവും, കുറേ ഡയലോഗുകളുണ്ടാവും, കുറേ ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള ഇതന്നെ ഉണ്ടാവുള്ളൂ. അത്ര വലിയ കഥകൾ കാര്യങ്ങളെന്ന് പറയാനാവില്ല. പിന്നെ തമിഴ് സിനിമയിലെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇടിക്ക് 10 ആളെ അപ്പോൾ പറക്കുകയും ചെയ്യും. അപ്പം നമ്മളതൊക്കെ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ പടത്തിന് പോകാൻ. അല്ലാതെ പടത്തിൽ പോയി കണ്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് വിലയിരുത്തിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ലോകേഷ് കനകരാജ് ഇപ്പോൾ ഒരു പടം ഇറക്കി പറഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഒരു ഫാൻസ് പടം കാണാൻ പോവുകയാണ്. അവരെ സംബന്ധിച്ച് അവർ കൊടുക്കുന്ന ടിക്കറ്റിന് എന്താ വെച്ചാൽ നല്ല ഫൈറ്റ് വേണം, ഡാൻസ് വേണം, പാട്ട് വേണം, നല്ല ഡയലോഗുകൾ വേണം. അവരെ സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ. എന്താ വെച്ചാൽ അവർക്ക് 2.5 മണിക്കൂർ അവർക്ക് എൻ്റർടൈൻമെൻറ്റ്, കാർത്തിട്ടും കൂവിയിട്ടും മറ്റേ ടിക്കറ്റ് എറിഞ്ഞിട്ടും ഇതാക്കിയിട്ടും, അതായത് 2.5 മണിക്കൂർ അവർ വേറൊരു ലോകം എൻജോയ് ചെയ്ത് വരിക. അപ്പം അങ്ങനെ നമുക്കൊരു എൻജോയ്മെൻറ്റിൽ നമ്മൾ പോയി കാണണം പടം. നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. പിന്നെ നമ്മൾ ചുറ്റും ഉള്ള പടം കാണാൻ വന്നാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് വേണം. അപ്പോൾ നമുക്ക് പടം ഇപ്പോൾ മാസ് എൻട്രി വരുമ്പോൾ, മാസ് സീൻസ് വരുമ്പോൾ, മാസ് ഡയലോഗ് വരുമ്പോൾ, നല്ല പാട്ട്, ഡാൻസ് വരുമ്പോൾ നമുക്ക് എനർജി ആയിട്ട് എല്ലാവരും ഒപ്പം നിൽക്കണം. അപ്പോൾ ആ പടത്തിനൊരു ഒഴുക്കുണ്ടാവുള്ളൂ. അല്ല നമ്മൾ ആർക്കോ വേണ്ടി ആരെ റിവ്യൂസ് പറയാനോ ആർക്കും അത് വേണ്ടി. ഇപ്പോൾ ചില പേർക്ക് അപ്പോൾ തമിഴ് സിനിമ കാണുകയെന്നല്ലാതെ അതിൽ പറയണ ഡയലോഗുകൾ, കാര്യങ്ങൾ എന്താ പറയണമെന്നുള്ളത് മനസ്സിലാവില്ല. എന്താ വെച്ചാൽ നമ്മൾ മലയാളീസാണ്, നമ്മൾ മലയാളപ്പടം കാണുന്ന പോലെ നമ്മൾ തമിഴ് പടം കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കണമെന്നൊന്നുമില്ല. തമിഴ് അറിയണവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു വിധം ഉള്ള ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്.
എൻ്റെ അഭിപ്രായത്തിൽ പടം പോയി കണ്ടു. ഞാൻ ചെന്നപ്പോൾ ഫുൾ ഹൗസ്ഫുള്ളാണ്. ഫുള്ള് ബോയ്സ് ഉണ്ടാവുള്ളൂ, ഫാമിലീസ് കുറവായിരുന്നു. ഫുള്ള് ആർക്കലും കൂക്കലും ഫുള്ള് എൻജോയ് ആയി. അപ്പോൾ അങ്ങനെ ഒരു എനർജറ്റിക് വേണം. ഇപ്പോൾ ഞാൻ പൃഥ്വിരാജിൻ്റെ സംവിധാനം ചെയ്ത ലൂസിഫർ, ഞാൻ ഗൾഫിൽ നിന്നാണ് ഞാൻ പടം കണ്ടത്. അപ്പോൾ അന്ന് ഞങ്ങൾ ആ തിയേറ്ററിൽ വെറും 10 പേരുണ്ടാവുള്ളൂ. അപ്പോൾ ആ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അത്രയും സൂപ്പർ ഹിറ്റ് ലാലേട്ടൻ്റെ പടം 10 പേര് മാത്രം തിയേറ്ററിൽ ഇരുന്ന് കാണാൻ. അവിടുത്തെ റൂൾസ് അനുസരിച്ച് കൂവാൻ പാടില്ല, കൈയടിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അതാണ് നമ്മൾ ഒരു പടം കാണാൻ പോകണത് എന്തിനാണ്? നമ്മൾ എൻജോയ് ചെയ്യാനാണ്. അപ്പോൾ അതിനെ എൻജോയ് ചെയ്യാനുള്ള ഒരുവിധം എല്ലാം ലോകേഷ് കനകരാജിൽ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ രജനീകാന്തിൻ്റെ സ്റ്റൈൽ പറഞ്ഞാൽ രജനീകാന്തിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ രജനീകാന്തിനെ വെച്ച് ഒരു പടം ചെയ്യുമ്പോൾ അതിൻ്റേതായ ആ സ്റ്റൈലിലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ചെറിയ പോരായ്മകളുണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊക്കെ ഉൾക്കൊണ്ടിട്ട് വേണം പടം കാണാൻ പോകാനാണ്. അപ്പോൾ ഇപ്പോൾ ഈ കൈദി, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ കൈദി, വിക്രം, ലിയോ, അതൊക്കെ എന്താ LCUവിൽ വരുന്ന ഒരേ ഒരു കഥയാണ്, അതേ ഒരേ മോഡലാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ കൂലി കാണുമ്പോൾ അതിൻ്റേതായ പോരായ്മ നമുക്ക് തോന്നും. ഇപ്പം നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്ത് പോകണം. ആ ഒരു 3 പടങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നമ്മളൊരു മനസ്സിലൊരു കോട്ട കെട്ടിയിട്ടാണ് നമ്മൾ പടം കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളാ പ്രതീക്ഷിച്ച ലെവലിൽ അപ്പോൾ പടം എത്തില്ല. അപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് നമ്മളൊരു പ്രതികരണം ഉണ്ടാവും, അത് നെഗറ്റീവായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ പറയണ പോലെ ലോകേഷ് കനകരാജിൻ്റെ ഇതിന് മുന്നേ ഉള്ള പടങ്ങളൊന്നും കാണാതെ ഫസ്റ്റ് ടൈം ഈ കൂലി കാണാൻ പോയവർക്ക് എന്ത് ചെയ്യും, അത് പുതിയൊരു അനുഭവമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇത് ഒരുവിധ ആൾക്കാർ അതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഈ പടം കാണാൻ പോണത്. എന്തായിരിക്കും എന്നുള്ളൊരു ഇതിൽ. ഇപ്പോൾ പടം കുഴപ്പമില്ല, പടം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. എനിക്കിപ്പോൾ അതിൽ നെഗറ്റീവായിട്ട് തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളെ വിക്രമിൽ സൂര്യ ലാസ്റ്റ് ക്ലൈമാക്സിൽ വന്നിട്ട് ഒരു പൊളിക്കും. ആ ഒരു സെറ്റപ്പാണത്, അതൊരു ഒന്നൊന്നര പൊളിയാണ്. എന്ന് വെച്ചാൽ അത് നമ്മൾ അത്രയും മാസിൽ നിന്നിടുമ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് ഒരു സെറ്റപ്പ് വരില്ല. നമ്മാറെ വെടിക്കെട്ട് പോലെ ഒന്ന് മികവ് വരുമ്പോൾ അടുത്തൊരു മികവ്, അതിനും മേലെ അതുക്ക് മേലെ പറഞ്ഞ അതുക്ക് മേലെ ഒന്ന് പൊട്ടും. അതേപോലെയൊന്നും വിക്രമിൽ സൂര്യയുടെ എൻട്രി അതേപോലെ നമ്മളിതിൽ അമീർ ഖാൻ്റെ ഒരു എൻട്രി നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് എൻട്രി കുഴപ്പമുണ്ടായില്ല, പിന്നീട് അതൊരു കൊമേഡിയൻ്റെ രൂപത്തേക്ക് പോയിന്ന് മാത്രം. അപ്പോൾ അത് എനിക്ക് ചെറിയ ഒരു പടത്തിലൊരു പാൾട്ടായിട്ട് തോന്നി. അല്ലാതെ മൊത്തത്തിൽ പടം വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ആവറേജ് പടം, കുഴപ്പമില്ല. ഒരു വട്ടം എന്തായാലും കാണാനുള്ളതുണ്ട്. ഇപ്പോൾ ഈ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇരുന്നുറങ്ങുക എന്ന് പറയണതൊന്നും അങ്ങനെ ഇരുന്നുറങ്ങേണ്ട ലെവലിലേക്കൊന്നുമില്ല. പടം നല്ല പടം തന്നെയാണ്. ടൈം പോകണത് അറിയില്ല, നല്ല സൂപ്പർ പടം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇരുന്നുറങ്ങണ ഒരവസ്ഥ എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ രാത്രി ഉറങ്ങാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കഥയൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഉറങ്ങാണ് നല്ലതെന്ന് വിചാരിച്ച് കിടന്നുറങ്ങണവരായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൗണ്ട് എഫക്റ്റ് ഒന്നും ഇല്ലാതെ തിയേറ്ററിൽ പോയി ഇരുന്നിട്ടായിരിക്കും, എന്തോന്നറിയില്ല. ഞാൻ പടം കാണുമ്പോൾ ഫുൾ എനർജിക് ആയിരുന്നു. മൊത്തം ക്രൗഡ് നല്ല അടിപൊളി വൈബിൽ തന്നെ കണ്ട് ഇറങ്ങിയ പടം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വരെ പടം കുഴപ്പമില്ല, നല്ല പടമാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ നിലപാടാണ്. ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത്. എന്തെങ്കിലും തെറ്റ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ പടം അടിപൊളി പടമാണ്, സൂപ്പർ പടമാണ്. യാതൊരു അത്ര വലിയ കുഴപ്പവും കാര്യങ്ങളും ഇല്ല.